ലോകത്തിലെ പല മസ്ജിദുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ഭംഗി നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അബുദാബിയിലെ ഈ മസ്ജിദ്, അതിൻ്റെ ഭംഗി മറ്റൊന്നാണ്. വെൽക്കം ടു ഷെയ്ഖ് സയ്യിദ് മോസ്ക് അബുദാബി. സെയ്ദ് ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്നത് UAE തന്നെയല്ലേ ലോകത്തിൽ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള മോസ്കുകളിൽ ഒന്നാണ്. ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്ററും, അല്ലെങ്കിൽ അബുദാബി സെൻട്രലിൽ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് യാത്ര വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മോസ്കിലേക്ക് എത്താനാണെങ്കിൽ കൂടെ ടാക്സി അല്ലെങ്കിൽ ഊബർ ഒക്കെ എടുത്തിട്ട് വരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ബസ് എടുത്തിട്ട് വരാം. ഇവിടെ ഫസ്റ്റ് തിങ് മെയിൻ എന്ന് പറയുന്നത് കോസ്റ്റ്യൂം. നമുക്ക് അങ്ങനെ എല്ലാവരും ഇപ്പോൾ ജെൻസിന് കുഴപ്പമില്ല, ലേഡീസിന് കൈയും തലയൊക്കെ ഫുള്ള് കവറായിരിക്കണം. ഇപ്പോൾ മുന്നേ ഇവിടെ പർദ്ദയും കാര്യങ്ങളൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യാന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റിലി ബൈ ചെയ്യാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം ഒരു 50 ദിർഹം തൊട്ടാണ് അവർ പ്രൈസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ അത് നോക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ പള്ളിയുടെ മുന്നിൽ നിന്ന് നേരെ കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡോമുമായിരത്തൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമ്മൾ താഴെ ഇറങ്ങി സൈഡിൽ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അതിൻ്റെ അറ്റത്ത് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എത്ര പേര് വരുന്നെന്ന് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടല്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഉള്ളിൽ അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞ് തരാൻ ശ്രമിക്കാം. ഇത് ഈ ഡോമിൻ്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങി ലെഫ്റ്റ് അല്ല റൈറ്റ് പോയി കഴിഞ്ഞാൽ ഫുഡ് കോർട്ടും കാര്യങ്ങളുണ്ട്. ആ ഫുഡ് കോർട്ടിൻ്റെ നേരെ അറ്റത്താണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥലം. അവിടെ പോയിട്ട് എത്ര പേരുണ്ട് എന്നുള്ള നമ്മുടെ നാഷണാലിറ്റി കാര്യങ്ങൾ, നമ്മൾ എന്ത് വിസയില വന്നേക്കണേ, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് കിട്ടും. ആ QR കോഡ് കാണിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. ID പ്രൂഫൊന്നും കാര്യങ്ങൾ ചോദിക്കണില്ല. ജസ്റ്റ് ഇപ്പോൾ നാഷണാലിറ്റി ഏത് ഇന്ത്യനാണ്, നമ്മൾ എന്ത് വിസയില വന്നേക്കണേ, അങ്ങനത്തെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്തിട്ട് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫുഡ് കോർട്ടിൻ്റെ അറ്റത്ത് പോയാൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൽ കിയോസ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നെറ്റും കാര്യങ്ങളെന്നുണ്ടെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഫോൺ വഴിയും ചെയ്യാം. ഈ ഡോമിന്ന് ഉള്ളിലേക്ക് വന്നാൽ ആക്ച്വലി ഇതൊരു മാളാണ്. ഇവിടെ ഫുഡ് പരിപാടി, നിങ്ങൾക്ക് ഷോപ്പിംഗ് പരിപാടി എല്ലാത്തിനും ഉണ്ട്. ഈ മാളിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവരെ കാണിച്ചിട്ട്, അപ്പോൾ അവർ എൻട്രിയുടെ അവിടെ നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും, കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതൊക്കെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് അവരുള്ളിലേക്ക് കയറ്റി വിടുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പള്ളിയിലേക്ക് കയറാൻ പാകത്തിനുള്ള ഡ്രസ്സുകളില്ല, അത് ഓൾസോ പുറത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ അടിയിലുള്ള മാളുകളിലും ഇതുപോലത്തെ ഡ്രസ്സുകൾ വാങ്ങാനുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചെക്ക് പോയിൻ്റ് അവിടേക്ക് ട്രാവലേറ്ററിൽ കുറേ ദൂരത്തോളം നമ്മൾ നടക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രായമായവർ കൂടുതൽ കൂടെയുണ്ടെന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് ഈ മിനി കാർട്ട് മരത്ത വണ്ടികളിൽ അവർ നിങ്ങളെ ചെക്ക് പോയിന്റിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ട്രാവലേറ്ററിൽ ചെക്ക് പോയിന്റ് വരെ പോകുന്ന വഴിയിൽ ഈ ചുമരുമ മൊത്തം ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളും, അതായത് ഈ ഒരു പള്ളിയുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെയുള്ള UAEയുടെ ഹിസ്റ്ററിയൊക്കെ പറയുന്ന ആ കഥകളൊക്കെ പറയുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫുൾ അവിടെ വെച്ചിട്ടുണ്ട്. വൺസ് നമ്മൾ ഈ ചെക്ക് പോയിന്റ് ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പള്ളിയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ ഫുള്ള് നടന്ന് കാണാനും ആ അലോക്കേറ്റ് ചെയ്തേക്കുന്ന വഴികളിലൊക്കെ മൊത്തം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലായിടത്തും ചെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അവർ ഫോട്ടോ എടുക്കാനായിട്ട് സ്പെസിഫിക് ആയിട്ട് സ്പോട്ടുകൾ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. നിങ്ങളിപ്പോൾ ഒരു പ്ലേസ് മിസ് ചെയ്തു, നമ്മൾ തിരിച്ച് പിന്നെ വരുമ്പോൾ എടുക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു വഴി പിന്നിട്ട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മളിങ്ങനെ റിട്ടേൺ വരില്ല, വേറെ റൂട്ട് കൂടെയാവും നമ്മൾ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എൻട്രി ആയി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചിറങ്ങണം എന്നൊന്നുമില്ല, നമുക്ക് എത്ര ടൈം വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് കാലത്ത് 9 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മണി 7 മണിക്ക് കഴിഞ്ഞാലാണ് രാത്രി അവരുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുക. അപ്പോൾ ആ ഒരു സമയത്തൊന്നും നിങ്ങൾക്ക് രാത്രി മനോഹരമായിട്ടുള്ള പള്ളിയുടെ ലൈറ്റ് ഇട്ടുള്ളതും അതുപോലെ തന്നെയുള്ള ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് പകൽ കാണുന്നതായിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സമയം, ഇച്ചിരി നല്ലൊരു സമയം എന്ന് പറയുന്നത് കാലത്ത് വരാനാണ്. ഇച്ചിരി തിരക്ക് കുറവുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ അത്ര ക്രൗഡഡ് അല്ലാത്തൊരു രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. നല്ലപോലെ ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ പറ്റുന്നതായിരിക്കും. 2007 പണികളൊക്കെ പൂർത്തിയാക്കി ഓപ്പൺ ചെയ്ത ഈ ഗ്രാൻഡ് മോസ്ക് UAEയുടെ തന്നെ ഫാദർ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. 30-ലധികം രാജ്യത്തു നിന്നുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു പള്ളിയുടെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. 82 ഡോംസും 1000-ലധികം പില്ലറുകളും 17,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള ഒരു വൈറ്റ് മാർബിൾ ഫ്ലോറും ഈ ഒരു പള്ളിയുടെ മനോഹാരിത കൂട്ടുന്നു. ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൈകൊണ്ട് നെയ്തിട്ടുള്ള 5700 സ്ക്വയർ മീറ്റർ വലിപ്പത്തിലുള്ള ഒരു കാർപ്പറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ ഭയങ്കര വലിപ്പത്തിലുള്ള ചാൻഡിലിയർ ലൈറ്റ്സ്, അതുപോലെ തന്നെ ചുമരുകളും പില്ലറുകളും ഒക്കെ ഖുറാനിലെ വാക്കുകളൊക്കെ വെച്ച് കൊത്തുപണി ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പള്ളിയുടെ ഏത് കോർണർ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ നമുക്കൊരു ആർട്ട് വിസിബിൾ ആണ്. ഈ ഒരു ഗ്രാൻഡ് മോസ്ക് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാലയം മാത്രമല്ല, പക്ഷേ ഒരു UAEയുടെ കൾച്ചറും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളിലൊക്കെ
പ്രതിഫലിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് മോണുമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം 1000-ലധികം ആളുകളാണ് ഒരു ദിവസം ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാനായിട്ട് വരുന്നത്. കഴിഞ്ഞൊരു വർഷം, അതായത് 2024 കണക്ക് നോക്കുമ്പോൾ 65 ലക്ഷത്തിലധികം ആളുകളാണ് ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പോകുന്ന സമയം നല്ലപോലെ നോക്കിയിട്ട് വേണം പോകാൻ. നിങ്ങൾ പെരുന്നാളിൻ്റെ സീസണിലാണ്, റംസാൻ സീസണിലൊക്കെയാണ് വരുന്നതെങ്കിൽ അന്യായ തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുള്ള് പ്രിപ്പയർഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം പോകുന്നതിനെ സജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഗ്രാൻഡ് മസ്ജിദിലെ രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളെ പറ്റി ഞാൻ പറയാം. പകൽ നമ്മൾ എത്ര ഭംഗിയിൽ പള്ളി കാണുന്നു അതുപോലെ തന്നെ മനോഹരമായിട്ട് നമുക്ക് രാത്രിയിലും കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ കാണുന്ന രീതിക്ക് ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ കണ്ടത് ഒരു വൈറ്റ് കളറിൽ ഉള്ളിൽ ഒരു ഗോൾഡൻ ലൈറ്റിങ് മാരത്തൊരു സെറ്റപ്പിലാണ്. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പള്ളീനെ കാണുന്നത് ഇച്ചിരി ബ്ലൂ ഷെയ്ഡിലായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് മോസ്കിൻ്റെ ലൈറ്റിങ്, അതായത് രാത്രിയുള്ള ലൈറ്റിങ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ചന്ദ്രൻ. അതായത് നമ്മുടെ ഈ പള്ളിയുടെ ലൈറ്റിങ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ചന്ദ്രൻ്റെ പ്രകാശത്തിനനുസരിച്ചാണ്. അതായത് ഒരു ഫുൾ മൂണുള്ള ദിവസമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഭയങ്കര ഒരു വൈറ്റ് ഷെയ്ഡിലായിരിക്കും നിങ്ങൾക്ക് പള്ളി കാണാനായിട്ട് സാധിക്കുക. അതായത് ടോട്ടലി ബ്ലൂ ഷെയ്ഡൊന്നും ഇല്ലാതെ ടോട്ടലി നല്ല ഭംഗിയിൽ ആ ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ ഉദിപ്പിനെ പ്രകാശത്തിന് അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ പക്ക വൈറ്റ് നല്ല ഭംഗിയിലായിരിക്കും നിങ്ങൾക്ക് രാത്രി കാണാൻ പറ്റുക. പക്ഷെ അതേസമയം നിങ്ങൾ ചന്ദ്രൻ ഇല്ലാത്ത സമയം അല്ലെങ്കിൽ ചന്ദ്രൻ പൂർണ്ണയിൽ നിന്ന് മാറി കുറഞ്ഞ് വരുന്നോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഷെയ്ഡ് മാറി ഇച്ചിരി ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ ലാസ്റ്റ് ദിവസം, അതായത് ചന്ദ്രൻ ഇല്ലാത്തൊരു ദിവസമാണ് നിങ്ങൾ ടോട്ടലി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബ്ലൂ ഷെയ്ഡോട് കൂടിയിട്ടായിരിക്കും പള്ളി കാണാൻ പറ്റുക. രണ്ടും അതിൻ്റേതായ ഭംഗിയുണ്ട്. ഞാൻ പോയ സമയത്ത് എനിക്ക് ബ്ലൂ ഷെയ്ഡൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചെന്ന സമയത്ത് ആ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പള്ളി കാണാൻ പറ്റിയെങ്കിൽ അതും ഒരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ കാണണം അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡിൽ തന്നെ പള്ളി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചന്ദ്രൻ്റെ ഇതൊക്കെ നോക്കി, അതായത് പൂർണ്ണചന്ദ്രനാണോ ചന്ദ്രൻ ഇല്ലാത്ത ദിവസമാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വേണം പോകാൻ. രണ്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ട്, രണ്ടും ആസ്വദിക്കാം. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കാം. ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾ പള്ളി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് രാത്രി കാണാൻ താല്പര്യം? നീലയിലാണോ അതോ നോർമൽ വൈറ്റ് ഉദിച്ച് നിൽക്കണ മാതിരിയാണോ കാണാൻ താല്പര്യം? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പള്ളിയിൽ ഓൾറെഡി പോയി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ രാത്രി വിസിറ്റ് ചെയ്തപ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾ കണ്ടെന്നതും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ UAE മറ്റുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.